ഇന്ത്യയുടെ സ്വാതന്ത്ര്യദിനത്തോടൊപ്പം നാം ഇന്ന് പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ സ്വർഗാരോപണ തിരുനാൾ കൂടി ആചരിക്കുകയാണ്. 1950 നവംബർ 1-ാം തീയതി 12-ാം പിയൂസ് മാർപ്പാപ്പ മ്യൂനിഫിസെൻറ്റിസിമുസ് ദേവുസ് എന്ന അപ്പസ്തോലിക ലേഖനത്തിലൂടെ പരിശുദ്ധ കന്യകാമറിയം സ്വർഗാരോപിതയാണ് എന്നുള്ള സത്യം ലോകത്തോട് വിളിച്ചു പറയുകയും മാർപ്പാപ്പ അത് അപ്രമാദിത്വ അധികാരത്താൽ ഡോഗ്മയായി വിശ്വാസ സത്യമായി പ്രഖ്യാപിക്കുകയും ചെയ്തു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുവരെ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ സ്വർഗാരോപണത്തെക്കുറിച്ച് വിശ്വസിക്കുകയോ അവിശ്വസിക്കുകയോ ചെയ്യാവുന്ന രീതിയിലായിരുന്നുവെങ്കിൽ അതിനുശേഷം കത്തോലിക്കർക്കെല്ലാം തന്നെ ഇതൊരു വിശ്വാസ സത്യമാണ്. ഞാനിത് പറയാൻ കാരണം വിശ്വാസ സത്യം പ്രഖ്യാപിക്കുന്നതിൻ്റെ ആവശ്യകത മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ്. ഒരു വിശ്വാസ സത്യം പ്രഖ്യാപിക്കുന്നത് അതിനു മുമ്പ് വരെ ഉണ്ടായിരുന്ന സംശയങ്ങൾക്ക് ആത്യന്തികമായി ഉത്തരം നൽകാൻ വേണ്ടിയാണ്. 12-ാം പിയൂസ് മാർപ്പാപ്പ ഇപ്രകാരം ഒരു പ്രഖ്യാപനം നടത്തിയതോടുകൂടി നമ്മുടെ വിശ്വാസത്തിലെ പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ സ്വർഗാരോപണം ഒരു വിശ്വാസ സത്യമായി ഓരോ കത്തോലിക്കരും വിശ്വസിക്കാൻ ബാധ്യതയായ വിശ്വാസ സത്യമായി മാറുകയാണ്. അപ്പോൾ പലരും ചോദിക്കുന്ന ചോദ്യമുണ്ട്, പരിശുദ്ധ കന്യകാമറിയം സ്വർഗാരോപിതയാണെന്ന് ബൈബിളിലുണ്ടോ? ഇനി മറ്റൊരു രീതിയിൽ ചോദിച്ചാൽ, അതുവരെ ഉണ്ടായിരുന്ന ക്രിസ്ത്യാനികൾ ഇത് വിശ്വസിച്ചിട്ടുണ്ടോ? അങ്ങനെ വിശ്വസിക്കാതിരുന്നവർ ആരൊക്കെയാണ്? അങ്ങനെ ഒരു കാലഘട്ടത്തിൽ വിശ്വസിക്കാത്ത കാര്യങ്ങൾ നമ്മൾ വിശ്വസിക്കേണ്ട ആവശ്യകതയുണ്ടോ? ഇങ്ങനെയുള്ള പല ചോദ്യങ്ങളും സംശയങ്ങളും ഉണ്ടാകാം. കാരണം വെറും 70 കൊല്ലമേ ആയിട്ടുള്ളൂ പരിശുദ്ധ കന്യകാമറിയം സ്വർഗാരോപിതയാണെന്ന് ഔദ്യോഗികമായി സഭ അപ്രമാദിത്വ അധികാരത്തോടുകൂടി ഡോഗ്മയായി പ്രഖ്യാപിച്ചിട്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ ആദിമ കാലഘട്ടം മുതൽ തന്നെ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ സ്വർഗാരോപണത്തെക്കുറിച്ച് വ്യക്തമായ ബോധ്യം ആദിമ ക്രിസ്ത്യാനികൾ മുതലുണ്ടായിരുന്നു. നമുക്കത് കാണാൻ സാധിക്കുക സിറിയൻ ക്രിസ്ത്യാനികൾക്കിടയിൽ ആചരിക്കുന്ന ശൂനായ തിരുനാൾ എന്ന് പേരിട്ടിരിക്കുന്ന മാതാവിൻ്റെ കരേറ്റ് തിരുനാളിലൂടെയാണ്. സഭയിലെ വിവിധ വിഭാഗങ്ങളിൽ വളരെ വ്യക്തമായും മാതാവിൻ്റെ കരേറ്റ് തിരുനാൾ, ശൂനായ തിരുനാൾ എന്നെല്ലാം പേരിൽ മാതാവിൻ്റെ സ്വർഗാരോപണം വിശ്വസിച്ചിരുന്നു എന്നതാണ് സത്യം. അതാരും തന്നെ എതിർത്തിരുന്നില്ല, അതാരും തന്നെ ചോദ്യം ചെയ്തിരുന്നില്ല എന്നതുകൊണ്ട് തന്നെ ഒരു ഡോഗ്മയായി പ്രഖ്യാപിക്കേണ്ട ആവശ്യം തന്നെ ഉണ്ടായിരുന്നില്ല. AD 451 ചരിത്രത്തിൽ ഇങ്ങനെ കാണാൻ സാധിക്കും, ജെറുസലേമിലെ മെത്രാനോട് 451 കാൽസിനോഡിയൻ കൗൺസിലിനോട് അനുബന്ധിച്ച് ജെറുസലേമിലെ മെത്രാനായ ജൂവനൈൽ മെത്രാനോട് അന്നത്തെ ചക്രവർത്തി മാഴ്സിയനും ഭാര്യയും മാതാവിൻ്റെ മൃതശരീരത്തിൻ്റെ എന്തെങ്കിലും അവശേഷിപ്പുകൾ തിരുശേഷിപ്പായി ലഭിക്കാൻ സാധ്യതയുണ്ടോ എന്ന് ചോദിക്കുകയുണ്ടായി. അതിന് ജൂവനൈൽ മെത്രാൻ കൊടുത്ത മറുപടി പ്രകാരമാണ്, മാതാവിൻ്റെ കല്ലറ ജെറുസലേമിലുണ്ട്, എന്നാൽ അത് ശൂന്യമാണ്, ശവക്കച്ചം മാത്രമേ അതിലുള്ളൂ എന്നാണ്. അതുപോലെ തന്നെ ശൂനായ തിരുനാളിൻ്റെ ചരിത്രം പരിശോധിക്കുമ്പോഴും അത് തോമസ് ലീഗായുമായി ബന്ധപ്പെട്ട് ആചരിക്കുന്ന ഒരു ചരിത്രമാണ് കാണാൻ സാധിക്കുക. മാതാവിൻ്റെ മരണസമയത്തോടനുബന്ധിച്ച് യേശുവിൻ്റെ 12 സ്ലീഹന്മാരും യാദൃശ്ചികമായി അവിടെ എത്തുകയും എന്നാൽ തോമസ് ലീഗ മാത്രം എത്തുവാൻ നേരം വൈകുകയും ചെയ്തു. തോമസ് ലീഗ ഭാരതത്തിൽ സുവിശേഷ പ്രഘോഷണം കഴിഞ്ഞ് അവിടേക്ക് എത്തുമ്പോഴേക്കും മാതാവിൻ്റെ തിരുമൃത ശരീരം അടക്കം ചെയ്തിരുന്നു. എന്നാൽ വഴിയിൽ വെച്ച് മാതാവിൻ്റെ ദർശനം ലഭിച്ച തോമസ് ലീഗ മാതാവിൻ്റെ അരക്കച്ച ലഭിച്ചു എന്ന് അവകാശപ്പെട്ടുകൊണ്ട് ആ കല്ലറ തുറക്കാൻ ആവശ്യപ്പെടുകയും കല്ലറ തുറന്നപ്പോൾ മാതാവിനെ അവിടെ കാണാൻ സാധിച്ചില്ല എന്നുള്ളൊരു പാരമ്പര്യമാണ് ശൂനായ തിരുനാളിൻ്റെ അടിസ്ഥാനമായി സിറിയൻ ക്രിസ്ത്യാനികൾ പറയുന്ന സംഭവം. ഈ 2 സംഭവത്തിലും പൊതുവായൊരു വസ്തുതയുണ്ട്. അതിപ്രകാരമാണ്, കല്ലറ തുറക്കപ്പെട്ടപ്പോൾ മാതാവിൻ്റെ മൃതശരീരത്തിൻ്റെ ഒന്നും തന്നെ അവിടെ ഉണ്ടായിരുന്നില്ല എന്നുള്ള വസ്തുത. കാലം കുറെ കഴിഞ്ഞു. എല്ലാ സഭാവിഭാഗങ്ങളിലും മാതാവിൻ്റെ സ്വർഗാരോപണം ഒരു വിശ്വാസമായി ആചരിച്ചിരുന്നു. കത്തോലിക്കർക്ക് മാത്രമാണല്ലോ മാർപ്പാപ്പ പ്രഖ്യാപിക്കുന്ന അപ്രമാദിത്വപരമുള്ള ആ വിശ്വാസത്തിൻ്റെ പ്രാധാന്യമുള്ളൂ. എന്നാൽ
ലോകം മുഴുവനുമുള്ള ആംഗ്ലിക്കൻ സഭയിലും മറ്റ് സഭകളിലുമെല്ലാം പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ സ്വർഗാരോപണം ഒരു വിശ്വാസമായിട്ട് തന്നെ അവർ ആഘോഷിക്കുകയും പ്രഘോഷിക്കുകയും ചെയ്യുന്നു. അപ്പോൾ എപ്പോൾ മുതലാണ് പരിശുദ്ധ കന്യാമറിയം സ്വർഗാരോപിതയല്ല എന്നൊരു വിശ്വാസം കടന്നു വന്നത്? അത് പ്രൊട്ടസ്റ്റന്റ് വിപ്ലവത്തിന് ശേഷം സിംഗ്ലിയുടെ നേതൃത്വത്തിലുള്ള വിഭാഗം അവകാശപ്പെട്ടു തുടങ്ങി, ബൈബിളിൽ ഈ ഒരു വസ്തുതയില്ല, അതിനാൽ വിശ്വസിക്കാൻ ബാധ്യതയില്ല എന്ന്. അപ്പോൾ അതിൻ്റെ യഥാർത്ഥമായ രൂപം കടന്നു വരുന്നത് 1904 പെന്തക്കോസ്ത് പ്രസ്ഥാനങ്ങൾ ആരംഭിച്ചപ്പോൾ ബൈബിളിലുള്ളത് മാത്രം സ്വീകരിക്കുകയുള്ളൂ, പുറമേ പാരമ്പര്യങ്ങളിലോ വിശുദ്ധ പാരമ്പര്യങ്ങളിലോ സഭാപിതാക്കന്മാരോ അപ്പസ്തോലന്മാരോ ആചരിച്ചതോ ആയ വസ്തുതകളെ ഒന്നും തങ്ങൾ സ്വീകരിക്കുകയില്ല എന്ന് അവകാശപ്പെട്ടുകൊണ്ട് സോള സ്ക്രിപ്ചുര അഥവാ ബൈബിൾ മാത്രം ശരി എന്ന് പറയുന്ന വാദത്തിൻ്റെ അടിസ്ഥാനത്തിൽ കടന്നു വന്ന പെന്തക്കോസ്ത് പ്രസ്ഥാനങ്ങൾ പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ സ്വർഗാരോപണത്തെ ചോദ്യം ചെയ്യുകയുണ്ടായി. ഇപ്രകാരം പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ സ്വർഗാരോപണത്തെ ചോദ്യം ചെയ്തതിൻ്റെ വസ്തുതയുടെ അടിസ്ഥാനത്തിലാണ് മാർപ്പാപ്പ ഈ വസ്തുത പഠിക്കുവാനായി ആഗ്രഹിക്കുകയും ചരിത്രപരമായും പാരമ്പര്യപരമായും തിരുവചനാധിഷ്ഠിതമായും ഇതിനെക്കുറിച്ച് മനസ്സിലാക്കുന്നതിന് വേണ്ടി 1946 ലോകത്തിലെ കത്തോലിക്ക സഭയിലെ മെത്രാന്മാർക്കെല്ലാം തന്നെ കത്തുകൾ എഴുതുകയും ഏകദേശം അവരുടെ എല്ലാം ഈ വിഷയത്തിലുള്ള അഭിപ്രായത്തെ സ്വീകരിക്കുകയും ചെയ്തു. എല്ലാവരും തന്നെ ഏതാണ്ട് പരിശുദ്ധ കന്യാമറിയം സ്വർഗാരോപിതയാണ് എന്നുള്ള വസ്തുതയിൽ ഉറച്ചു നിൽക്കുകയാണ് ഉണ്ടായത്. അതിനാൽ തന്നെ സഭയുടെ പാരമ്പര്യങ്ങളുടെ അടിസ്ഥാനത്തിലും തിരുനാളുകളുടെ അടിസ്ഥാനത്തിലും സഭാപിതാക്കന്മാരുടെ പ്രബോധനങ്ങളുടെ അടിസ്ഥാനത്തിലും ചരിത്രപരമായ വസ്തുതയുടെ അടിസ്ഥാനത്തിലും തിരുവചനത്തിൽ അടിസ്ഥാനമാക്കിയും 12-ാം പിയൂസ് മാർപ്പാപ്പ നവംബർ 1 അപ്പസ്തോലിക ലേഖനത്തിലൂടെ വളരെ വ്യക്തമായി പരിശുദ്ധ കന്യാമറിയം സ്വർഗാരോപിതയാണെന്നും പരിശുദ്ധ കന്യാമറിയം ആത്മശരീരങ്ങളോടെ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു എന്നും അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചു. ഇവിടെ ഒരു വസ്തുതയുണ്ട്. പരിശുദ്ധ കന്യാമറിയം മരിക്കുന്നതിന് മുമ്പാണോ മരണത്തിന് ശേഷമാണോ സ്വർഗാരോപണം ചെയ്തത് എന്ന വസ്തുത മാർപ്പാപ്പ അതിൽ പ്രഖ്യാപിച്ചിട്ടില്ല. മറിച്ച് ആത്മശരീരങ്ങളുടെ സ്വർഗാരോപണം ചെയ്തു എന്ന് വിശ്വസിക്കുവാൻ എല്ലാ കത്തോലിക്കരും കടപ്പെട്ടവരാണെന്നുള്ള വസ്തുത അദ്ദേഹം പ്രഖ്യാപിച്ചു. ഈ ഒരു വിഷയം നമ്മൾ ധ്യാനിക്കുമ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വെളിപാട് പുസ്തകം 11-ാം അധ്യായത്തിലെ 19-ാം തിരുവചനത്തിലെ സ്വർഗത്തിലൊരു വാഗ്ദാന പേടകം കാണപ്പെട്ടു എന്ന് പറയുന്ന ഭാഗമുണ്ട്. വാഗ്ദാന പേടകത്തിൻ്റെ പ്രത്യേകത പരിശുദ്ധാത്മാവും വചനമാകുന്ന പുത്രൻ തമ്പുരാനും ഒന്നിച്ച് ആവസിച്ചതാണ് വാഗ്ദാന പേടകം. ബൈബിൾ പരിശോധിച്ച് നമുക്ക് കാണാൻ സാധിക്കും, പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും, അത്യുന്നത ശക്തി നിൻ്റെ മേൽ ആവസിക്കുമെന്ന് പരിശുദ്ധ കന്യകാമറിയത്തോട് ദൂതൻ പറയുന്ന ഭാഗം വിശുദ്ധ ലൂക്കാ സുവിശേഷകൻ 1-ാം അധ്യായത്തിൽ എഴുതിയിട്ടുണ്ട്. അതായത് വാഗ്ദാന പേടകത്തിൽ എങ്ങനെ പരിശുദ്ധാത്മാവും അത്യുന്നത ശക്തിയും ആവസിച്ചുവോ അതുപോലെ തന്നെ പരിശുദ്ധ കന്യകാമറിയത്തിൽ പരിശുദ്ധാത്മാവും അത്യുന്നത ശക്തിയും ആവസിച്ചു എന്ന് നാം കാണുകയാണ്. അതായത് പുതിയ നിയമസഭയ്ക്കുള്ള വാഗ്ദാന പേടകം പരിശുദ്ധ കന്യകാമറിയമാണ്. അതുകൊണ്ടാണ് തുടർച്ചയായ വചനങ്ങളിൽ വെളിപാടിൻ്റെ പുസ്തകം 12-ാം അധ്യായം 1 മുതലുള്ള വചനങ്ങളിൽ സൂര്യനെ ഉടയാടയാക്കിയ സ്ത്രീ എന്ന് പറഞ്ഞുകൊണ്ട് വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ തിരുസഭയെ വർണ്ണിക്കുന്നതിനൊപ്പം പരിശുദ്ധ കന്യകാമറിയത്തെ കൂടി സൂചിപ്പിക്കുന്ന തിരുവചനങ്ങൾ എഴുതി വെച്ചത്. അവിടെ സ്ത്രീ എന്ന പദപ്രയോഗത്തിലൂടെ യോഹന്നാൻ ശ്ലീഹ ഉൽപ്പത്തി പുസ്തകത്തിൽ എഴുതപ്പെട്ട സ്ത്രീയാണ് വെളിപാട് പുസ്തകത്തിലെ പരിശുദ്ധ കന്യകാമറിയത്തെ സൂചിപ്പിക്കുന്ന സ്ത്രീ എന്നും ഈശോ പരിശുദ്ധ കന്യകാമറിയത്തെ സ്ത്രീ എന്ന് അഭിസംബോധന ചെയ്തിരിക്കുന്നു എന്ന് സുവിശേഷങ്ങളിൽ കാണപ്പെടുന്നതും യോഹന്നാൻ്റെ സുവിശേഷത്തിൽ കാണപ്പെടുന്നതും ഇതിനെ കണക്ട് ചെയ്തുകൊണ്ടാണ് വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ വെളിപാട് പുസ്തകത്തിലെ സ്ത്രീയെ അവതരിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കാണുകയാണ് വാഗ്ദാന പേടകം എന്ന വാക്യത്തിന് ശേഷം സൂര്യനുടയാടയാക്കിയ സ്ത്രീ എന്ന് എഴുതപ്പെട്ടിരിക്കുന്നത്. നമുക്കറിയാം, അധ്യായങ്ങളും വാക്യങ്ങളുമായി ബൈബിളിലെ പുസ്തകങ്ങളെ തരംതിരിക്കുന്നത് പിന്നീടും കുറേ വർഷങ്ങൾക്ക് ശേഷമാണ്. അപ്പോൾ യോഹന്നാൻ ശ്ലീഹ ഈ വെളിപാട് പുസ്തകം എഴുതുമ്പോൾ തുടർച്ചയായി എഴുതപ്പെട്ടതാണ്. വാഗ്ദാന പേടകം കാണപ്പെട്ടു എന്ന് പറഞ്ഞതിന് ശേഷം അടുത്ത പാരഗ്രാഫായിട്ട് എഴുതുന്ന വസ്തുതയാണ് സൂര്യനെ ഉടയാടയാക്കിയ സ്ത്രീ എന്ന് പറയുന്നത്. പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ
ആത്മശരീരങ്ങളുള്ള സ്വർഗാരോപണം എന്ന് പറയുന്ന വസ്തുത നമുക്ക് വിശ്വസനീയമാണ്. കാരണം ആദ്യമായിട്ടല്ല ഒരു വ്യക്തി ഇപ്രകാരം സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്തതായിട്ട് ബൈബിളിൽ കാണുന്നത്. ഹെനോക്ക് തൻ്റെ ജീവിതകാലത്തിന് ശേഷം ദൈവം അവനെ എടുത്തു എന്ന് തിരുവചനത്തിൽ കാണുകയാണ്, ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ. പിന്നീട് മോശയുടെ ശരീരത്തെ ദൈവം മിഖായേൽ അയച്ച് കൊണ്ടുപോയി എന്നുള്ള വസ്തുത യൂദായുടെ ലേഖനത്തിൽ നാം വായിക്കുന്നുണ്ട്. മാത്രമല്ല ഏലിയ അഗ്നിരഥത്തിൽ ഏറി സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്തു എന്നുള്ള കാര്യവും നാം കാണുകയാണ്. ഇവിടെ ഹെനോക്കിനും മോശയ്ക്കും ഏലിയായ്ക്കും ബാധകമായ വിഷയമെന്ന് പറയുന്നത് അവരുടെ വിശുദ്ധമായ ജീവിതമാണ്. എന്നാൽ അതേപോലെ വിശുദ്ധമായൊരു ജീവിതം നമ്മൾ കാണുന്ന മറ്റൊരു വസ്തുതയാണ് പരിശുദ്ധ കന്യകാമറിയത്തിലുള്ള ജീവിതം എന്ന് പറയുന്നത്. ഇതാ കർത്താവിൻ്റെ ദാസി, നിൻ്റെ വചനം ഇനി നിറവേറട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ദൈവകൃപ നിറഞ്ഞവളെന്ന് ദൂതൻ അഭിസംബോധന ചെയ്യാൻ മാത്രം അത്രയും പരിശുദ്ധിയായിരിക്കുന്ന അവൾ സ്വർഗാരോപണം ചെയ്യാൻ അർഹതപ്പെട്ടത് തന്നെയാണെന്ന് തിരുവചനത്തിലൂടെ വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം ഇവരെല്ലാം എടുക്കപ്പെട്ടു എങ്കിൽ അതിനേക്കാൾ എത്രയോ ഉദാത്തമാണ് പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ സ്വർഗാരോപണം. ഇതിൽ യേശുക്രിസ്തു മാത്രമാണ് സ്വർഗാരോഹണം ചെയ്തത്. ബാക്കി 3 പേരെയും ദൈവം ദൂതന്മാരെ അയച്ച് എടുക്കുകയാണ് ചെയ്തത്. എന്നാൽ ഈശോ ദൈവം തന്നെ ആയതിനാൽ സ്വയമേവ സ്വർഗാരോഹണം ചെയ്തു. അതുകൊണ്ടാണ് പരിശുദ്ധ കന്യാമറിയം സ്വർഗാരോഹണം ചെയ്തു എന്നല്ല നാം പറയുക, സ്വർഗാരോപണം ചെയ്തു എന്നാണ് പറയുക. അതുകൊണ്ടാണ് കരേറ്റ തിരുനാൾ എന്ന് നമ്മൾ ആഘോഷിക്കുന്നത്. പരിശുദ്ധ കന്യാമറിയത്തെ ദൂതന്മാർ അവരുടെ ശരീരത്തെ സംവഹിച്ചു കൊണ്ടുപോയി എന്നാണ് സഭ വിശ്വസിക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് വേണ്ടി സഭയുടെ മാതാവായി പരിശുദ്ധ അമ്മ ഇന്നും സ്വർഗത്തിലുണ്ട് എന്നുള്ള വലിയൊരു സന്തോഷം നമ്മെ കൂടുതൽ അമ്മയെ സ്നേഹിക്കുവാനും അമ്മയെപ്പോലെ ജീവിക്കുവാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു എന്നുള്ളത് ഈ തിരുനാൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.